ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ 20ാമത്തെ നോമ്പാണ്. മക്കളിതാ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. മോള് 12 മണിയായപ്പം സ്കൂളൊക്കെ വിട്ട് വന്നായിരുന്നു. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ഇതാ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് രണ്ടുപേരും വന്നത്. വൈകിട്ട് ഞാൻ എന്താ അടുക്കളയിലോട്ട് കയറി. ഇന്ന് ഹംദ ട്യൂഷന് വന്നിട്ടില്ലായിരുന്നു. കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. ബിരിയാണി വെക്കാനായിട്ട് ഇതാ ബീഫിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തോനെ കഷ്ണമൊന്നുമില്ല, ഒരു നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. പിന്നെ അതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കുക്കറിൽ ഒന്ന് വേവിക്കും. നമ്മുടെ കുക്കർ അനുസരിച്ച് വിസിലേൽപ്പിച്ചെടുക്കാം. പിന്നെ അത് അടുപ്പിലൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ ആക്കിയിട്ട് അത് നമുക്ക് കോരി മാറ്റാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് കോരി എടുത്തിട്ട് അതിലേക്ക് ഗ്രാമ്പും ഏലക്കയും പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡിയായിട്ട് കിട്ടും. വെള്ളമൊക്കെ വറ്റി ചോറ് ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒന്നുകൂടെ അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നേരത്തെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ മസാല റെഡിയായിട്ട് കിട്ടും. ഇനി നേരത്തെ വേവിച്ച ചോറിൽ നിന്ന് കുറച്ച് പകുതി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ചോറിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതേപോലെ നിരത്തിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ബിരിയാണി എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ഒരല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് ദമ്മാക്കി എടുക്കണം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാംഗോ ഫ്രൂട്ട് സലാഡാണ്. അത് തയ്യാറാക്കാനായിട്ട് മാങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കട്ടിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളെല്ലാം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഈന്തപ്പഴം കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്ത് കസ്കസ് കുതിർത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ കറണ്ട് പോയി. പുറത്ത് നല്ല മഴയായിരുന്നു, നല്ല ഇടിയുണ്ടായിരുന്നു. പിന്നെ അതാ കറണ്ട് വന്ന് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞങ്ങളങ്ങനെ നോമ്പൊക്കെ മുറിച്ച് അതിനുശേഷം നമ്മുടെ മാംഗോ ഫ്രൂട്ട് സലാഡ് കഴിച്ച് നല്ല നമ്മുടെ മാമ്പഴത്തിൻ്റെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.